താണ്ട വരുന്നടി നിന്റെ നായര്. കൊച്ചിനെ കാണാൻ വന്നതായിരിക്കും. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു. ഒരുത്തൻ കൊച്ചിനെ കാണാൻ വന്നിരിക്കുന്നു. നാണം കെട്ടവൻ. ആണുങ്ങളില്ലാതെ പോയത് നിന്റെ ഭാഗ്യം. നീ ഒരാണാന്നോടാ. ആവണമെങ്കിലേ ആണുങ്ങൾക്ക് പറക്കണം. നിന്റെ കൂടെ പെണ്ണിനെ പറഞ്ഞയച്ച എന്നെ വേണം പറയാൻ. എന്താടാ മിണ്ടാണ്ട് നിൽക്കുന്നത്? നാവറങ്ങിപ്പോയോ? അമ്മേ. ആ ശാന്തമ്മയോടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോവാന്ന് വിചാരിച്ച. എന്നാ ചെന്ന് വിളിക്ക്. ശാന്തമ്മേ. ശാന്തമ്മോ, ഇറങ്ങി ചെല്ല്. നിന്റെ നായര് വിളിക്കുന്നു. എനിക്കിവിടെ ഒരു നായരുമില്ല. ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോവാൻ വന്നതാ ശാന്തമ്മേ. നീ വരുന്നില്ലയോ? ഇല്ല. അതെന്താ? നിങ്ങളുടെ കൂടെ പുറത്തത് എനിക്ക് മതിയായി. നീ പോ ശങ്കരൻകുട്ടി. അവളെ നീ നിന്റെ കൂടെ അയക്കുന്നില്ല. അവളെ അന്വേഷിച്ച് നീ ഇങ്ങോട്ട് വരികയും വേണ്ട. അവക്ക് ഒരു കൊച്ചുള്ളത് മതി. നിനക്ക് ഭാഗ്യമുണ്ട്. പാപ്പാനാകണമെന്ന് പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് വന്നിരിക്കുന്നു ആശ. വേല പഠിക്കുക ഇതിനേക്കാ പറ്റിയ ഒരാളിൽ. എന്നാ എന്റെ കാര്യം അങ്ങേരോട് ഒന്ന് പറ. ആശാനെ ഒന്ന് നിക്കണേ. എന്താ ഒരു കാര്യം പറയാനുണ്ട്. ആശാൻ വൈകിട്ട് അമ്പലത്തിൽ കാണുമോ? ഞങ്ങൾ അങ്ങോട്ട് വരാം. എടാ അതിന് ഞാനിപ്പോ കൂപ്പി പോകുന്ന വഴിയാന്നല്ലോ. അങ്ങനല്ല, വൈകുന്നേരത്തെ പരിപാടിയൊക്കെ ഞങ്ങൾ ഒപ്പിച്ചോളാം. നീ ഇങ്ങനെ നിർബന്ധിച്ച പിന്നെ ഞാൻ എന്തോ പറയാനാ. എന്നാ പിന്നെ വൈകുന്നേരം. ആ അല്ല ഫസ്റ്റ് സാധനം. പേരെന്തുവാന്നാ പറഞ്ഞേ? ആശാൻ ചുമക്കാളി പറയാണ്ടിരിക്കണം. ആശാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല. അതെങ്ങനാടി? പങ്കയാഴ്ച ഒന്നും വിചാരിക്കല്ലേ, ആശാന് ഭയങ്കര ഓർമ്മ പെശകാ. പ്രായം ഒത്തിരി ആയില്ലോടാ.
ആയ കാലത്ത് ആശാൻ കുറെ പൊടിച്ചതാന്ന്. ഇവിടെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. നീ ഒറ്റയ്ക്കാണോ പൊറുതി? അല്ല ഫസ്റ്റ് സാധനം. പേരെന്തുവാന്നാ പറഞ്ഞേ? ആശാൻ ചുമക്കാളി പറയാണ്ടിരിക്കണം. ആശാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല. അതെങ്ങനാടി? പങ്കയാഴ്ച ഒന്നും വിചാരിക്കല്ലേ, ആശാന് ഭയങ്കര ഓർമ്മ പെശയാ. പ്രായം ഒത്തിരി ആയില്ലോടാ. ആയ കാലത്ത് ആശാൻ കുറെ പൊടിച്ചതാന്ന്. ഇവിടെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. നീ ഒറ്റയ്ക്കാണോ പൊറുതി? അപ്പൊ ആശാ എവന്റെ കാര്യേറ്റേ? എടാ, ഏറ്റെന്ന് പറഞ്ഞാ ഞാൻ ഏറ്റതാ. നീ ഇന്ന് പാനപ്പുറത്ത് കിടക്കുന്ന ആര് പഠിപ്പിച്ചിട്ടാ? അതാ ആശാൻ. ആ, നിന്റെ വീട് എവിടെ വന്നാ പറഞ്ഞേ? നമ്മുടെ അയണിത്തറയില്ലേ? അയണിത്തറയിലെ ചത്തുപോയ ജാനമ്മ ചേച്ചിയുടെ മോനാ. ആഹാ, നിങ്ങൾ എത്ര പേരുണ്ടടാ? ഇപ്പൊ ഞാനും സരോനിയേ ഉള്ളൂ. ഇളയതെന്നുണ്ടായിരുന്നത് ചത്തുപോയി. നിനക്കിപ്പോ എത്ര വയസ്സായി? അവനൊരു 10-32 വയസ്സ് കാണും. നിന്റെ പെങ്ങൾക്കോ? 10-27 കാണും. കൂടിയടാ. അവളെ വല്ലോടും കെട്ടിച്ചയച്ചോടാ? ഇല്ല, അവളിപ്പോ തിരുവനന്തപുരത്താ. അവളെവിടെ? എന്തോ എടുക്കുവാടാ? അവൾ അവിടെ വീട്ടുപേരേക്ക് നിൽക്കുവല്ലയോ. ആഹാ, പ്രായമായ പെൺപിള്ളേരെയാണോടാ വീട്ടുപേരേക്ക് അയക്കുന്നത്? അതിനിപ്പോ എന്തുവാ? ഏറെപ്പാടി അന്വേഷിച്ചു കൊടുക്കാൻ പാങ്ങില്ലേ? ഇങ്ങോട്ട് വിട്, ഞാൻ കൊടുക്കാൻ ആശുപത്രിയില്. തെമ്മാടിത്തരം പറയരുത്. ഇതാടാ നിനക്ക് കുറെ ആക്ഷേപം. നല്ല ഒന്നാന്തരം കുടുംബക്കാരനാടാ ഞാൻ. ചരക്ക് കൊള്ളാമെങ്കിൽ ഞാൻ ഏൽക്കും. അല്ലോടി പങ്കാശി.